ഹായ് ഡിയേഴ്സ്, DAV നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ്. ഇത് വെറും ഒരു ഹെയർ പാക്ക് അല്ല, നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണെന്ന് പറയാം. നമ്മുടെ മുടി വേഗത്തിൽ നീളവും ഉള്ളും വയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ആവശ്യമുള്ളൂ. എല്ലാവർക്കും തന്നെ പൈസ ചിലവൊന്നും ഇല്ലാതെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നോ രണ്ടോ യൂസിൽ തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല കരുത്തോടെ നല്ല കറുപ്പായിട്ട് തന്നെ വളരും. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്നതിന് ശേഷം പലരും പറയുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ അത് മാറിക്കിട്ടാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവ മുളപ്പിച്ചതാണ്. ഉലുവ 5-6 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുക. അതിനുശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു ടവലോ മറ്റോ ഉലുവ ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഇതുപോലെ നന്നായിട്ടൊന്ന് മുളച്ച് കിട്ടും. നമ്മൾ സാധാരണ ഉലുവ കുതിർത്തിയെടുത്ത് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഗുണമാണ് ഉലുവ ഇങ്ങനെ മുളപ്പിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാൽ കിട്ടുന്നത്. കാരണം ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീനും അയണും ഒക്കെ ഇരട്ടിയായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഡാൻഡ്രഫ്, തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഹെയർ ബ്രേക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഉലുവ ഇങ്ങനെ മുളപ്പിച്ച് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു പിടി ഉലുവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അളവൊക്കെ നിങ്ങളുടെ മുടിക്കനുസരിച്ച് എടുത്താൽ മതി. മുടിയുടെ നീളവും ഉള്ളിനൊക്കെ അനുസരിച്ച് എടുക്കുക. ഇനി അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. ഇത് ഞാൻ തലേ ദിവസത്തെ അല്പം പുളിച്ചിട്ടുള്ളൊരു കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോറ് വെച്ച ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താലും മതി. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം യൂസ് ചെയ്യാമോ എന്നുള്ളത്. നിങ്ങൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം കേട്ടോ എടുക്കാനായിട്ടാണ്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ കാരണമാകും. ഇനി ഉലുവ മുളപ്പിച്ചത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കഞ്ഞിവെള്ളം നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല. അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഹെയർ ടോണറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഉലുവയും കഞ്ഞിവെള്ളവും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറച്ച് കട്ടിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയാം. അതിന് മുൻപായിട്ട് ഒരു സ്റ്റെപ്പ് പ്രോസസ്സ് കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വേണ്ടത് അരമുറി നാരങ്ങയുടെ നീരാണ്. അതൊന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബദാം ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഈ ബദാം ഓയിലിന് പകരമായിട്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സാണ് നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്തതിന് മുൻപായിട്ട് തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക. 10-15 മിനിറ്റിന് ശേഷം അത് തലയിൽ വെച്ചതിന് ശേഷം ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നാരങ്ങാനീര് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഓയിൽ മാത്രം തേച്ച് കൊടുത്താലും മതി. ഇനി ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഓയിലും ലെമണും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ തേച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം ഈ ഹെയർ പാക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും അത് തലയിൽ വെച്ചിരിക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് കഴുകി കളയാം.
ഇത് വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ ഒന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷണറിൻ്റെയൊക്കെ ഒരു ഫീല് തരും. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മുടി കഴുകുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വരും, നന്നായിട്ട് തന്നെ മാനേജബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ മുടി നല്ലതായിട്ട് തന്നെ വളരും, നന്നായിട്ട് തന്നെ ഉള്ളോടെ നല്ല കട്ടിയോടെ തന്നെ കരുത്തോടെ തന്നെ മുടി വളരാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയോ അല്ലെങ്കിൽ പേരയിലോ മുരിങ്ങയിലോ ഒക്കെ തന്നെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഉലുവയുടെ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്